മനസ്സിലായില്ല. അള്ളാഹു റഹീമാണെന്ന് പറഞ്ഞതിന് മുമ്പ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് അള്ളാഹു ആരാണ്? റഹ്മാനാണ്. അതിനേക്കാൾ വലിയൊരു രസം എന്താണെന്നാൽ റഹീം എന്ന സിഫത്ത് അള്ളാഹു ആർക്കും കൊടുക്കും, റഹ്മാൻ എന്ന സിഫത്ത് അള്ളാഹു ആർക്കും കൊടുക്കില്ല. റഹ്മാൻ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിഫത്താണ് റഹ്മാൻ. റഹീം ഇഷ്ടമില്ല എന്നല്ല, പക്ഷെ റഹീമിനേക്കാൾ പ്രധാനം റഹ്മാൻ. റഹ്മാൻ എന്ന സിഫത്ത് അള്ളാഹു ഒരാൾക്കും കൊടുക്കില്ല, കൊടുക്കന്നില്ല. റഹീം റസൂലുള്ളാഹി കൊടുത്തല്ലോ. ഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അപ്പോൾ റഹീമാണ് മുഹമ്മദ് മുസ്തഫ. റഹ്മാനാണ് എവിടെയുള്ളത്? റഹ്മാൻ അല്ലാഹു ഒരാൾക്കും കൊടുക്കില്ല. നമ്മൾ റഹീമാന്ന് ഖുർആനിലുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. മുഅ്മിനീങ്ങളൊക്കെ റുഹമാ ആണ്, റഹീമുകളാണ്. അപ്പോൾ റസൂലുള്ളാഹി റഹീമാണ്. റസൂലുള്ളാഹിന്റെ കീഴിലുള്ള നമ്മൾ ആപേക്ഷികമായി റഹീമാണ്. എന്നാൽ ആരും ആരല്ല? റഹ്മാനല്ല. റഹ്മാന്റെ അർത്ഥം എന്താ? വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും തന്റെ റഹ്മത്ത് വിതരണം ചെയ്തവൻ. ചില സ്ഥലത്ത് വഴിപ്പെട്ടവന് കൂടുതൽ കൊടുക്കും, വഴിപ്പെടാത്തവന് കുറച്ച് കൊടുക്കും. വഴിപ്പെട്ടവൻ നിലക്കല്ല. ചില സ്ഥലത്ത് വഴിപ്പെടാത്തവനും ഭയങ്കര കൊടുക്കും, വഴിപ്പെട്ടവന് കുറച്ച് കൊടുക്കും. അത് അവിടുത്തെ ഹിക്മത്ത് അനുസരിച്ച് ചെയ്യും. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഹിക്മത്തിലില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ ഇതാണ് ഒരു സാമൂഹിക ജീവി എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ക്രിസ്തുമസ് ഉണ്ടാവും, ഇവിടെ ഈ ബുദ്ധമതക്കാർ വന്നാൽ അവരുണ്ട് ഇവിടെ ഇന്ത്യയിൽ. ഇനി അവരാണ് വളർന്നാൽ വേറൊരു ആരാധന വരും. ഇതൊക്കെ വരും. ഇതൊക്കെ നമ്മളെ അടിയിൽ തന്നെ കഴിഞ്ഞു വേണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ജൂത സ്ത്രീ ഹബീബ റസൂലുള്ളാഹിയെ ഭക്ഷണത്തിന് വിളിച്ചു. അപ്പൊ റസൂലുള്ളാഹി പോയോ ഇല്ലേ? എല്ലാവരും പറഞ്ഞു നബിയെ പോകരുത്. അവർ ജൂതപ്പെടാൻ ചതിക്കും. പോയോ ഇല്ലേ? പോയി. ചതിച്ചോ ഇല്ലേ? ചതിച്ചു. ആട്ടുമാംസത്തിൽ വിഷം കയറ്റി റസൂലുള്ളാഹിന്റെ ഉമിനീരിൽ കലർന്നു. മരിക്കുന്ന സമയത്ത് ആയിഷാ ബീവിയുടെ മേലെ ആയിഷാ ബീവി ശരീരത്തിലേക്ക് തല ചാർത്തി ഹബീബാ നബി വഫാത്താന്റെ ഘട്ടത്തില. അപ്പൊ പറയാ യാ ആയിഷ സുമ്മു ഖൈബറ, അന്ന് ആ ജൂതപ്പെണ്ണിന്റെ വിഷാണത്. യാ ആയിഷ, ജൂതപ്പെണ്ണ് അവിടെ പറഞ്ഞ് നമ്മളാട്ടോ, നബിയല്ല. ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ അതുപോലും നബി പറയണില്ല. യാ ആയിഷ സുമ്മു ഖൈബറ, ആയിഷ ആ ഖൈബറിലെ വിഷാണ് ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ തിളക്കണത്. എനിക്ക് ഈ രോഗത്തിൻ്റെ പ്രധാന കാരണം ഇതെന്തിനു വേണ്ടി റസൂലുള്ളാഹി വിഷം കയറ്റിയതാ? ഈ റസൂലുള്ളാഹിക്ക് അള്ളാഹു റസൂൽ ഒത്താൽ ഉമിനീര് കലരാതിയും പോയിക്കൂടെ? ഈ കുറക് റസൂലുള്ളാഹിനോട് സംസാരിച്ചു, നബി എന്നെ കഴിക്കണ്ടാന്ന്. അപ്പോഴത്തിന് എന്തിൽ കയറി? ഉമിനീര് കയറി. ഈ വിഷം, ഈ മുഅ്ജിസത്ത് നേരത്തെ ഉണ്ടായിക്കൂടെ? എന്തേ? മനുഷ്യ സാഹോദര്യത്തിന്റെ രക്തസാക്ഷിയാണ് മുഹമ്മദ് മുസ്തഫ. എന്താ മറക്കണ? എന്താണ് മനുഷ്യന്മാർ? ഞങ്ങൾക്ക് 100% മുസ്ലിമീങ്ങൾക്ക് തിങ്ങി താമസിക്കുന്ന നാട്ടിലെ ഫിഖാണോ? ഖലീലായി മുസ്ലിമീങ്ങൾ താമസിക്കുന്ന നാട്ടിലെ ഫിഖ്, നിസ്കാരത്തിലെ ഫിഖ് അതാണ്, നോമ്പിലെ ഫിഖ് അതാണ്. പക്ഷെ സോഷ്യൽ ഫിഖ് അതല്ലല്ലോ. വ്യത്യാസമില്ല. സോഷ്യൽ ഫിഖിൽ എത്രയൊക്കെ വ്യത്യാസം വരും. പന്നിനെ തിന്നാലോ, കള്ളുടിക്കാലോ, അതല്ലാത്ത രക്ഷയില്ല എന്ന് കണ്ടാൽ മനസ്സിലായില്ല. ചില ഘട്ടങ്ങളിൽ മനസ്സിലായില്ല. സാമൂഹിക ഫിഖ് മാറും. നിസ്കാരം 5 റക്അത്താവൂല, പക്ഷെ കള്ളു കുടിക്കാവുന്ന മസലയുണ്ട്. ഒരാൾ കൊല്ലി വറ്റി, എന്തോ ഒരു നീരായ സാധനം മേശപ്പുറത്തുണ്ട്, എന്തെങ്കിലും ഒന്ന് കൊല്ലിയിട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ ജീവൻ പോവും. അപ്പൊ അതെടുത്ത് കുടിച്ചു. ഒരു പശ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ജീവൻ നിലനിന്നു. നോക്കുമ്പോ കള്ളാണ്. ഇനി കുടിക്കണ്ട. ഇതിനവൻ ആരുമല്ല. ഉത്തരവാദി ഇതിന് ഉത്തരവാദിയാണോ? അല്ല. മുൽത്തറിന്റെ ഫിഖ് സാധാരണ ഫിഖാണോ മുൽത്തറിന്റെ ഫിഖ്? ജനം
ജനം രണ്ട് ഭാഗത്ത്, ഒരു ഭാഗം നിരീശ്വരവാദം, ഒരു ഭാഗം വർഗീയത. ഒരു ബോധമില്ലാതെ വൈകുന്നേരം സോഷ്യൽ മീഡിയയിൽ വിളമ്പുക. എന്തവർക്ക് ആവശ്യം? ആളാകണം. എന്തൊന്നും വിശദീകരിക്കുന്നില്ല. നമ്മൾ അടുത്ത തലമുറക്ക് ഇവിടെ ജീവിക്കണം എന്ന് ബഹുമാനപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. ഇവിടെ അടുത്ത തലമുറക്കും ജീവിക്കണം. എന്നാണ് മഹ്ദി ഇമാം വരിക? എന്നാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക? നാളെ ഖിയാമത്ത് നാൾ ഉണ്ടാണെങ്കിൽ ഇതൊക്കെ അടിച്ച് പത്താക്കായിരുന്നു ഉണ്ടാവില്ലല്ലോ. മനസ്സിലാവണ്ട പറഞ്ഞത്? ഒരു സാമൂഹിക ജീവിയ മനുഷ്യൻ. അപ്പൊ ഇവിടെ എന്താ പറ്റിയ പ്രശ്നം? പടച്ചോ തലയിൽ കയറിയതല്ല, പടച്ചോ തലയിൽ കയറാത്തതാ. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എല്ലാവരും വിശല്ലാത്ത ചർച്ചകൾ കൊണ്ടുവരും, അതിന്മേൽ തർക്കിക്കുക. എന്നിട്ട് എന്തുണ്ടാകാന്നറിയോ? എന്നിട്ട് സമുദായം അതിന്റെ പേരിൽ അപകീർത്തിക്കപ്പെടുക, സമുദായം അതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുക. ഒരു വകക്കും കൊള്ളാത്തവരാണ് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞുണ്ടാക്കുക. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. മനുഷ്യന്റെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മനുഷ്യന്റെ സൗഹൃദം അതെന്തിനേക്കാളും വലുതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതിലൊന്നല്ല ഈ വിഷയം സംഭവിച്ചു പോയതെന്താ? ഇവിടെ ഒന്നല്ല വിഷയം. നമ്മൾ അള്ളാഹുവിന്റെ ആളുകളായാൽ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും ഇവർ അള്ളാഹിന്റെ ആളുകളാണ്. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൗഹൃദം ഒഴിവാക്കി റസൂൽ ജീവിച്ചിട്ടേ ഇല്ല. ഒരു സൗഹൃദവും ഹബീബ നബി ഒഴിവാക്കിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൗഹൃദത്തിന് വേണ്ടിയാണ് മുസ്തഫ നബി ഷഹീദായത്. ഷഹീദാണ്. സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു ബാധ്യത എന്ന നിലയിൽ ജൂത സ്ത്രീയുടെ ഭക്ഷണം ഉമിനീരിൽ കലർന്നതുകൊണ്ട് ഷഹീദായ ആളാണ് മുഹമ്മദ് മുസ്തഫ. അവസാനം പറഞ്ഞിട്ടുണ്ട്, യാ ആയിഷ സുമ്മു ഖൈബറ, ഖൈബറിലെ ആവേശമാണ് കേട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തി ദുനിയാ വത്മഅന്നു ബിഹാ. ഇന്നല്ലദീന, ഒരു വിഭാഗം ആളുകൾ, ലാ യർജൂന ലിഖാഅനാ, നമ്മളെ കണ്ടുമുട്ടണമെന്ന യാതൊരു ഉദ്ദേശവും അവർക്കില്ല. വറദൂ, അവർ തൃപ്തിപ്പെട്ടു, ബിൽ ഹയാത്തി ദുനിയാ, ഐഹിക ജീവിതം കൊണ്ട്. വത്മഅന്നു ബിഹാ, അതിലവർക്ക് തുമൈനിനത്വമാണ്, നല്ല സമാധാനാണ്, റാഹത്തായി ജീവിക്കാണ്. വല്ലദീനഹും അനായാതിനാ ഖാഫിലൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അവർ അശ്രദ്ധരുമാണ്. ഗാഫിറല്ല, ഗാഫിലാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാമീ പറയും, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചില ആളുകൾ ഗാഫിലീങ്ങളാണ്. ഗാഫിലീങ്ങളോട് സഹവസിക്കരുത് എന്ന് കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചു. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തി ദുനിയാ വത്മഅന്നു ബിഹാ വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ. വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അശ്രദ്ധരുമാണ്. ഉലൈക മഅ്വാഹുമുൻ നാർ, അവരുടെ അഭയസ്ഥാനം തീർച്ചയായും നരകമാണ്. അല്ലാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നരകത്തിലെത്തും. എന്ത്? അവരുടെ അകക്കണ്ണ് വാക്കിയത് ദുനിയാവിൽ അങ്ങനെ കൂടി. ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ കൂടുക, ദുനിയാവിൻ്റെ മേൽ വീഴുക എന്നുള്ളതാണ്. ദുനിയാവിനെയും ആഖിറത്തെയും മനസ്സിലാക്കാതിരിക്കുക. ഈമാൻ്റെ അടിസ്ഥാന ഗുണമെന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ നിസാലത്വം ഒരു അബ്ദിന് ബോധ്യപ്പെടുക എന്നാണ്. ദുനിയാവ് ഒഴിവാക്കലല്ല, ദുനിയാവിൻ്റെ നിസാലത്വത്തെ ബോധ്യപ്പെടലാണ്. അതേ സമയത്ത് തൻ്റെ കുട്ടികൾക്ക് തൻ്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി കള്ളനുമായി അടരാടി മരിച്ചാൽ ഷഹീദിൻ്റെ കൂലിയാണ്. നിങ്ങളിൻ്റെ കൂടെ വരണം. അവിടെ ശരിക്കും മനസ്സിലാക്കണം. തൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കള്ളനുമായി അടരാടി, അല്ലെങ്കിൽ വേറൊരാളുമായി അടരാടി തൻ്റെ സ്വത്ത് സംരക്ഷിക്കണം. എന്നിട്ട് അയാൾ മരിച്ചു, അയാൾക്ക് എന്തിനു കൂലിയിട്ടു? പറയും, ഷഹീദിന് കൂലിയിട്ടു. ഇയാൾ ദുനിയാവിൻ്റെ ആളായി പരിഗണിക്കില്ല, ഇയാൾ ആഖിറത്തിൻ്റെ ആളാണ്. ആഖിറത്തിൻ്റെ ആളല്ലേ ഷഹീദാവുക. ഒന്ന് ഉഷാറിലിരിക്കുകയാണെങ്കിൽ ഇരിക്കും, അതല്ലെങ്കിൽ നിർത്തുകയാണെങ്കിൽ നിർത്താം. ഒറ്റ മിനിറ്റ്. ഒരാള് സ്വന്തം ഹലാലായ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി അടരാടി മരിച്ചാൽ എന്തിൻ്റെ കൂലിയാ? ഷഹീദിൻ്റെ കൂലിയാ. ഹുക്മൻ ഷഹീദ, ഹുക്മൻ ഷഹീദ, ഷഹീദല്ല ഹുക്മൻ ഷഹീദ.
മനസ്സിലായോ? ഹലാലായ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി. അതേ സമയത്ത് അപ്പോൾ സമ്പത്ത് വലിച്ചെറിയലല്ല ആഖിറത്തിന്റെ ആളാകൽ. നിങ്ങൾക്ക് കയ്യിലുള്ളതൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുക, അതല്ല. ഇതാണ് എന്നെ നിലനിർത്തുന്നത് എന്ന ധാരണ ഒഴിവാക്കലാണ്. ഇതിനോടൊരു വലിയ അമിതമായ പിടുത്തം. സുലൈമാൻ നബി ആഖിറത്തിന്റെ ആളാണ്. ഈ ദുനിയാവ് കണ്ട ഏറ്റവും വലിയ പണക്കാരിൽപ്പെട്ട ഒരാളാണ് സയ്യിദുനാ സുലൈമാൻ. ആരാണ് പറകുട്ടി? ആഖിറത്തിന്റെ ആളാണ്. അതേ സമയത്ത് ഈ പാഴൂരങ്ങാടിയിൽ ഒരു അബ്ദുറഹ്മാൻ ഉണ്ടാവും. അവൻ്റെ കയ്യിൽ 10 പൈസ ഉണ്ടാവില്ല. ഒന്നര ആരോ പറ്റിച്ച് വന്ന് കിടന്നുറങ്ങിയതായിരിക്കും. ഇന്ന് പറ്റിക്കണ ഒരാളെ ആരാ കിട്ടാൻ ആലോചിച്ചിപ്പോൾ ഉറക്കം ഉണർന്നിട്ട് പായിനൊക്കെ എണ്ണീട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ ഇന്ന് ആരെ കിട്ടുക? ഓൻ്റെ കയ്യിൽ 10 പൈസ അല്ല, ദുന്യാവിൻ്റെ ആളുമാണ്. കോടാനക്കോടി മുതലുള്ളവൻ. എവിടുന്ന് ഞങ്ങളൊക്കെ വരുന്നത്? കോടാനക്കോടി മുതലുള്ളവൻ ആഖിറത്തിന്റെ ആളാണ്. 10 പൈസ കയ്യിലല്ലാത്തവൻ ദുന്യാവിൻ്റെ ആളാണ്. അപ്പൊ ഈ ദുന്യാവ് ആഖിറവും എവിടെ തിരിക്കുക? ഇവിടെ ബസീറത്തിൽ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ദുനിയാവ് കണ്ട ഏറ്റവും വലിയ ചക്രവർത്തിയാണ് സുലൈമാൻ ഖാനൂനി. 2 ആഴ്ച മുമ്പ് ഇവിടെ തന്നെയാണല്ലോ പറഞ്ഞത്. മരിച്ചപ്പോൾ വസിയത്ത് ചെയ്തു, എൻ്റെ കൈ പുറത്താക്കണം, ഖബറിനൊക്കെ എത്തിയിട്ട് ഉള്ളിൽ കിട്ടാൻ മതി. ഇങ്ങനെ എന്തുകൊണ്ട്? ഇവിടുത്തെ വലിയ മുതലാളി ഞാനായിരുന്നു. പക്ഷെ ഒന്നുമില്ലാതെയാണ് ഓണ നാട്ടിൽ കണ്ടോട്ടെ. അങ്ങനെ സുലൈമാൻ ഖാനൂൻ്റെ മയ്യത്തുള്ളത്. അതിനേക്കാൾ വലിയ രാജാവിനെ ഞാൻ അറിയില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യൻ ആഖിറത്തിന്റെ ആളാണ്. 19 വയസ്സായിട്ട് യുദ്ധക്കളത്തിൽ മരിക്കുക. 19 വയസ്സായിട്ട് യുദ്ധക്കളത്തിൽ മരിക്കുക. എന്റെ കാരണം ഒരു മുസ്ലിമായ ഒരു ദൂതനെ യൂറോപ്യന്മാർ കൊന്നു. അപ്പോൾ യുദ്ധത്തിന് പോയി. അപ്പോൾ കൊട്ടാര ഉപദേശകന്മാർ പറഞ്ഞു, പോണ്ട, എനിക്ക് വയസ്സാ, അത് പറ്റില്ല, ഒരു ദൂതനെ കൊല്ലുക എന്നുള്ളത് നിയമവിരുദ്ധ, പോവും. ഹംഗറിയിൽ നിന്ന് മരിച്ചു സുലൈമാൻ ഖാനൂനി. ഒരു മുസ്ലിമായ ദൂതനെ, രാജാവിൻ്റെ ദൂതനെ യൂറോപ്യന്മാർ കൊന്നു. മാപ്പ് പറയാൻ പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞില്ല. അപ്പൊ പോയി, എന്നാൽ മാപ്പ് പറയിപ്പിക്കും, ഇറങ്ങി. ആ യുദ്ധത്തിന് മരിച്ച് സുലൈമാൻ ഖാനൂനി ഹംഗറിയിൽ നിന്ന് മരിക്കുന്നു. ഈ മനുഷ്യൻ ആഖിറത്തിന്റെ ആളാണ്. നമ്മളെ നാട്ടിൽ വേറൊരു സുലൈമാൻ ഉണ്ടാവും, 10 പൈസ കയ്യിലുണ്ടാവില്ല, ദുന്യാവിൻ്റെ ആളും. അപ്പൊ കയ്യിലുള്ളതും ഇല്ലാതിരിക്കലുമല്ല ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും മാനദണ്ഡം. എന്താണ് മാനദണ്ഡം? കൽബിന്റെ വാതിൽ തുറക്കലും തുറക്കാതിരിക്കലുമാണ്. പൈസ ഉണ്ടായതുകൊണ്ട് കൽബിന്റെ വാതിൽ അടയാണെങ്കിൽ സുലൈമാൻ നബിക്ക് തുറക്കൂല. പറഞ്ഞത് മനസ്സിലായില്ലേ? പൈസ ഉണ്ടായതുകൊണ്ട് ദുന്യാവിന്റെ ഹൃദയത്തിന്റെ വാതിൽ അടയില്ല. പൈസ ഇല്ലാതായതുകൊണ്ട് ഹൃദയത്തിന്റെ വാതിലോട്ട് തുറക്കൂല. പറ. പൈസ ഉണ്ടായതുകൊണ്ട് കൽബിന്റെ വാതിൽ അടയില്ല. പൈസ ഇല്ലാതായതുകൊണ്ട് കൽബിന്റെ വാതിലോട്ട് തുറക്കൂല. എവിടെയാണ് വിഷയം? ഏറ്റവും ഇബാദത്ത് ചെയ്യുന്ന ആൾ ആരാണ് നബിയെ? അപ്പൊ റസൂൽ പറയുന്നുണ്ട്, കൂടുതൽ നിസ്കരിച്ചോന്നല്ലേ? അല്ല, അൽ ആഖിലു, ബുദ്ധി അല്ലാഹുവിൽ ചെലവാക്കുന്നവൻ. ഒരാൾ ഒരു സ്വലാത്തില്ലേ, ഒറ്റ സ്വലാത്തില്ലേ? ഒരാൾ ഒരു സ്വലാത്തില്ലേ, ഒറ്റ സ്വലാത്ത്. നേരം വെളുത്ത് എണീറ്റ് കച്ചവടത്തിന് ഇറങ്ങുമ്പോൾ ഫുൾ ടൈം കച്ചവട, ഇവിടെ കസ്റ്റമർ കച്ചവടമൊക്കെ ഇത് കിട്ടിയിട്ട് വേണം എൻ്റെ വരിയെ കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കണം, പള്ളി കൊടുക്കണം, മദ്രസ കൊടുക്കണം. ഹലാലായ കച്ചവടം ചെയ്യുന്ന ആളാണ്. നേരം വെളുത്ത് ഇറങ്ങുമ്പോൾ ഒരു സ്വലാത്തു താജിയല്ലും കഴിഞ്ഞു. പിന്നെ സ്വലാത്തിന് മേലെ നേരല്ല, സ്വലാത്ത് തുടങ്ങുമ്പോൾ നിൽക്കേണ്ടി വരും. എന്തുകൊണ്ട്? ആജാതി കച്ചവടമാണ്. ഇവൻ ഒരു സ്വലാത്തേ ദിവസം ചെല്ലുള്ളൂ. വേറൊരാൾ അവൻ കച്ചവടം കൂടാത്തതുകൊണ്ട് ദിവസം 5000 സ്വലാത്തില്ലും. ആരാ ദുന്യാവിൻ്റെ ആൾ? ആരാ ആഖിറത്തിൻ്റെ ആൾ? ഈ ഒരു സ്വലാത്തിൽ നിന്നവൻ എന്ത് ലക്ഷ്യം? എന്താ അറിയും? കച്ചവടമല്ല. ഹബീബായ നബിയും ഞാനും തമ്മിലുള്ള സ്നേഹബന്ധം നിലനിൽക്കണം. ഈ ഒരു സ്വലാത്തേ ഇല്ലവൻ സ്വലാത്തില്ലത് ബന്ധം നിലനിൽക്കാൻ ആരുമായി? മുസ്തഫ നബിയുമായി, ഇരിക്കിൻ്റെ റസൂലുമായി ബന്ധം നിലനിൽക്കണം എന്ന് വിചാരിച്ച് ഒരു സ്വലാത്തി ഇല്ലവൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആളാ. 5000 സ്വലാത്ത് കച്ചവടം കൂടാൻ വേണ്ടി ചെല്ലിയവൻ ദുന്യാവിൻ്റെ ആളാണ്. അങ്ങനെയുണ്ട്. എൻ്റെ അടുത്ത് സ്വലാത്ത് നിർത്തണമെന്നല്ല, തുടങ്ങണമെന്നല്ല, അതൊന്നും എനിക്കറിയില്ല. നിർത്തണമെന്നും അറിയില്ല, തുടങ്ങണമെന്നും അറിയില്ല. പണ്ടൊക്കെ അറിഞ്ഞിരുന്നു, ഒരു വിവരമില്ല. ഈ ദുന്യാവിൻ്റെ പിന്നാലെ നടക്കണ്ട. ദുന്യാവ് ഒഴിവാക്കണം. ദുന്യാവ് ഒഴിവാക്കാറ പൈസ ഒഴിവാക്കലല്ല, മുതലൊഴിവാക്കലല്ല, കച്ചവടം ഒഴിവാക്കലല്ല. നിന്റെ തലത്തെ ഉള്ളിൽ കയറിയ ദുന്യാവിനോടുള്ള കൊതി ഒഴിവാക്കലാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അത്
അതുകൊണ്ട് ആളുകൾക്ക് മുന്നിൽ ആളാകുന്ന പണിയൊക്കെ നിർത്തിയാൽ ഇവിടെ പ്രശ്നം പരിഹരിക്കും. അതൊക്കെ നിർത്തുക. ആരുമില്ലാതെ പരാജയപ്പെടുകയാണെങ്കിൽ മുഹമ്മദ് മുസ്തഫ പരാജയപ്പെടണ്ടേ? ആരണ്ടേ? ഒരു മനുഷ്യൻ വന്നു, ആ മനുഷ്യൻ പരാജയപ്പെടണ്ടേ? വാളും കൊണ്ട് വാളും തൂക്കി നടക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു പീച്ചങ്കത്തി വരെല്ലാതെ ഒരു മനുഷ്യൻ പ്രവർത്തിച്ചിട്ട് അവസാനം അവരൊക്കെ വരെ എന്റെ അള്ളാഹ് കണി പണിയെടുത്ത് ഒരു നാടിയാളെ കാണാനില്ലേ? കഅബാലയം കാണാനൊരു പുതിയ എപ്പോഴും ഉസ്മാനി എന്നൊരാളാ കഅബാലയത്തിന്റെ താക്കോല് വെക്കണ്. അയാൾ രാവിലെ വന്ന് പൊടി തട്ടു. അപ്പോൾ ഹബീബാ നബി പിന്നിൽ കയറി വരും. ഞാനന്ന് കഅബനുള്ളിൽ കയറി നോക്കട്ടെ, ഇല്ല പോ ആട്ടു. ആര്? ഊരിക്കാട്ടിയപ്പോൾ പറഞ്ഞു, ഉസ്മാനെ ഇനി ഒരു കാലം വരും, അന്ന് താക്കോൽ എവിടെ വെക്കണമെന്ന് ഞാനാവും തീരുമാനിക്കുക. എന്റെ കയ്യിലേക്കും കൊല്ലം 10 8-ാം കൊല്ലം മടങ്ങി വന്നിട്ട് ചോദിച്ചു, അയ്ന ഉസ്മാൻ? കഅബാലയത്തിലേക്ക് വരിക. അയ്ന ഉസ്മാൻ? ആളുകൾ അടിയൻ ഉസ്മാൻ എങ്ങനെ കൊണ്ടുവന്നു. ഉസ്മാൻ അയ്നൽ മിഫ്താഹ് അതതക്കർ? ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്താ കേൾക്കണത്? ഒരിക്കലും കഅബാലയത്തിൽ കയറാൻ സമ്മതിച്ചില്ല. ഒന്ന് കയറാൻ വയ്ക്കില്ല. എനിക്ക് കഅബാലയത്തിനുള്ളൊന്ന് കാണണം, ഒന്ന് കയറട്ടെ, സമ്മതിച്ചില്ല. ഇപ്പോൾ പറഞ്ഞു, എന്ത്? ഇനി ഒരു ദിവസം വരും, ഈ താക്കോൽ എവിടെ വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. പിന്നെന്തായി? മക്ക ഫതഹിന് കയറി വന്നു 8-ാം കൊല്ലം. അയ്ന ഉസ്മാൻ? അപ്പോൾ ആളുകൾ അടിയുന്നു ഉന്തിത്തള്ളി ഉസ്മാനെ കൊണ്ടുവന്നു. അയ്നൽ മിഫ്താഹ്? മിഫ്താഹിന് വാങ്ങി കഅബാലയം തുറന്നു. ആര്? എന്നിട്ട് അതേ കബീലയെ തന്നെ കൊടുത്തു. നിങ്ങളെന്നെ ചളി ആ കബീലയുടെ കയ്യിലാണ് ഇന്നും കഅബാലയത്തിലാക്കുന്നു. എനിക്ക് വേണ്ട, പക്ഷെ മനസ്സിലാക്കിക്കോളി, ഇതൊക്കെ നടത്തണം ഞാൻ ഇഷ്യമല്ല. ആരാ? റബ്ബ. മനസ്സിലാക്കിക്കോ, അത്രേ ഉള്ളൂ. الفاتحة. أعوذ بالله من